കരളെന്ന് പറയുമ്പോ നമ്മുടെ സിനിമകളിലൊക്കെ വളരെ ഒരു പ്രണയത്തിന്റെ പര്യായമായിട്ടൊക്കെ പണ്ട് മുതലേ ഉള്ള വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള എന്റെ കരളെ എന്ന് പറയുന്ന കരളിന് വെച്ച് ഒത്തിരി പാട്ടുകളൊക്കെ ഉണ്ട്. കരളെന്ന് വെച്ചാൽ ലിവർ അല്ലേ? അപ്പം ഈ പണ്ടൊക്കെ പല സിനിമയില് എന്റെ കരള് പകുത്ത് നൽകാം നിനക്ക് എന്നൊക്കെ നമുക്ക് പാട്ടുകളില് പറയുന്നത് ഒരു പ്രണയത്തിന്റെ ലക്ഷണമായിട്ടൊക്കെ പണ്ട് കവിതകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത് സത്യമായിട്ടുണ്ടല്ലേ? ശരിയല്ലേ? നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതില് സത്യത്തില് ഒരാളുടെ ലിവറിന്റെ പകുതി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പകുത്ത് നൽകുന്നതല്ലേ ശരിക്കും? അതൊരു വലിയൊരു തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തില് ഈയിടെ അടുത്തുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ഒരു അമ്മ ഈ അടുത്ത് നമുക്കൊരു കുട്ടി വന്നിരുന്നു. ഒരു 17 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഇപ്പം അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും. എന്നുവെച്ചാ പെട്ടെന്ന് ലിവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡാമേജ് ആയി. ഡാമേജ് ആയി പോകുന്നു. പ്രത്യേകിച്ച് കാരണം എന്തോന്ന് അറിയത്തില്ല. നമ്മൾ ടെസ്റ്റ് സാധാരണ അങ്ങനെ ഈ ലിവർ പെട്ടെന്ന് ഫെയിൽ ആകാൻ അതായത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു യൂഷ്വലി അതിനൊരു വൈറൽ ഇറ്റിയോളജിയോ നമ്മളെ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം വരും. ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം വന്ന് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്ന് പോലെ എ അതുപോലെ വരും. പോലെയൊക്കെ വന്നിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ അതായത് ശരീരം തന്നെ നമ്മുടെ ലിവറിന് ഡാമേജ് വരുത്തുന്ന അവസ്ഥ. ആ രീതിയിലൊക്കെ വരാം. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഈ കുട്ടിയുടെ എല്ലാം നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് കുറച്ച് മെഡിസിൻസ് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അതായത് ഈ നമ്മൾക്ക് പല മെഡിസിൻസും ശരിക്കും പറഞ്ഞാൽ പല രീതിയിലും നമുക്കിപ്പോ ശ്രദ്ധിച്ച് കഴിക്കേണ്ട കാര്യങ്ങളാണല്ലേ? ആണ്. തീർച്ചയായിട്ടും. ഇത് ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഇവര് പുറത്തെവിടെയോ പോയി ഒരു നോൺ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത മെഡിക്കേഷൻസ് എടുത്ത ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഉം. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല. എന്താണേലും ലിവർ ഡാമേജ് ആയി. എന്തായാലും ലിവർ ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ അത് ലിവറിനകത്ത് ശരിക്കും ഹോൾ വന്നിരിക്കുവാ. അതുപോലെ അതുപോലെ ആ ലിവറിനകത്ത് ഒരു ക്യാവിറ്റി. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ കണ്ടിട്ടില്ല. ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ലിവറിന്റെ ഒരു 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഹോൾ വന്നിരിക്കുവാ ലിവറിനകത്ത്. അത്രയ്ക്കും ഇങ്ങനെ അത്രയും അപ്പം അതിന്റെ ബയോപ്സി എന്ന് പറയുന്നത് നമ്മൾ ബയോപ്സി എന്ന് വെച്ചാൽ ഇതിന്റെ ഹൈക്കോർട്ടാണല്ലോ. ബേസിക്കലി ബയോപ്സിയാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് തരുന്നത്. അപ്പോൾ ആ റിസൾട്ടിനകത്ത് നോക്കുമ്പോൾ സബ് മാസീവ് നെക്രോസിസ് എന്ന് വെച്ചാൽ നല്ലൊരു ഭാഗം എല്ലാം പോയിരിക്കുവാ, നശിച്ചു പോയിരിക്കുവാണ്. ആ കുട്ടിക്ക് ഒരു ഗവൺമെന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് തന്നെയാ. ടൈംലി റെഫറലായിരുന്നു. നമുക്കൊരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. പക്ഷെ അപ്പൊ ആ ഒരു വ്യക്തിക്ക് അതുപോലെ അതായത് പെട്ടെന്ന് നമ്മൾ ലിവർ ഫെയിൽ ആയാല് വേറെ നമുക്കുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണല്ലേ? ചിലപ്പോൾ സ്പോണ്ടേനിയസ്ലി റിക്കവർ ചെയ്ത് വരും. പക്ഷെ അതിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിരുന്നു. ഈ മോൻ വരുന്ന സമയത്ത് ബോധം നഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ബ്രെയിനിനകത്ത് പെട്ടെന്ന് ഈ പ്രഷർ കൂടി നമുക്ക് ബ്രെയിൻ ഓർമ്മ ഡാമേജ് കംപ്ലീറ്റ് ആയിട്ട് വരാം. അപ്പം അത് വരുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോകണം. ഭാഗ്യത്തിന് അമ്മ വന്നു. കൊച്ചിന്റെ അമ്മ വന്ന് ഈ പറഞ്ഞോട്ട് 60% കരള് പകുത്ത് നൽകി. പകത്ത് നൽകി. അതാണ് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് സാർ പറഞ്ഞു വിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു എക്സാമ്പിൾ ആണിത്. ഇതിപ്പം സത്യത്തില് ഈ ദൈവം നമുക്ക് 2 കിഡ്നി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു കിഡ്നി വേണേ ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ ഒരു ലിവറും ഒരു ഹാർട്ടും ഒക്കെ തന്നിട്ടുള്ളൂ. ലിവറിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ലിവർ റീജനറേറ്റ് ചെയ്യുമല്ലോ. റീജനറേറ്റ് ചെയ്യും. അതായത് നീ ഇപ്പൊ നല്ലൊരു ഒരെണ്ണം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റേ കിഡ്നിയുണ്ട്. ലിവർ നമ്മൾ നല്ല ഗുഡ് ക്വാളിറ്റി ലിവർ ആണെങ്കിൽ ഒരു പോർഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയിരിക്കുന്നത് അല്ല അപ്പൊ ആ ഈ 60% കൊടുത്ത അമ്മയുടെ ലിവറ് പഴയ സ്ഥിതിയിലോട്ട് വലുതായി വരുവോ? വരും. അതൊരു 2, 2.5 മാസത്തിനുള്ളിൽ അത് ഹൈപ്പർട്രോഫി ചെയ്ത് വലുതായി വരും. വലുതായി. അത് വലിയൊരു അത്ഭുതം തന്നെയാണല്ലേ. ശരീരം തന്നെ അത് അപ്പം ആ പകുതി ലിവർ ഈ കുട്ടിയുടെ മകന്റെ ശരീരത്തിലും അത് വളർന്ന് ഒരു സാധാരണ ലിവറിന്റെ ഫംഗ്ഷനിൽ മകനെ സംബന്ധിച്ചോളം അത്രയും ലിവർ മതി. അത് ചെറുതായിട്ട് വലുതാവും. പക്ഷെ മറ്റതുപോലെ വരത്തില്ല. കാരണം മോനെ സംബന്ധിച്ചോളം മോന് ആവശ്യമുള്ള ലിവറാണ് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ലിവറിന്റെ ആവശ്യമേ ഉള്ളൂ ആ ബോഡീനെ പക്ഷെ അപ്പൊ അതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ? ആ ലിവർ റീജനറേറ്റ് ചെയ്ത് നമ്മളൊരു ഇതൊക്കെ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ളോണ്ടാണ് നമുക്ക് ഇത്രയും ലിവർ ഡാമേജ് വന്നാല് നമുക്ക് എന്നുവെച്ചാ നമ്മുടെ ബയോ കെമിക്കൽ മാർക്കേഴ്സ് അല്ലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് FGOT, FGPT അബ്നോർമൽ ആവണമെങ്കിൽ ഒരു 70% ലിവർ നശിക്കണം. പക്ഷെ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ വലിയൊരു പ്രശ്നവും അല്ലേ? അതായത് നമുക്ക് 70% ലിവർ നശിക്കുന്നത് വരെ ഈ മദ്യപിക്കുന്നവരില് അല്ലെങ്കില് നിങ്ങൾ നോക്കിയാൽ ഒരുവിധം നല്ല രീതിയിൽ മദ്യപിക്കുന്ന ആൾക്കാരും എല്ലാവരും സ്ഥിരം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പോയി FGOT, FGPT നോക്കും. എന്നിട്ട് അവർ പറയും ഐ മീൻ ലിവർ നോർമലാണ്. അതുപോലെ തന്നെ ഈ ഹാർട്ടിന്റെ ചിലവർ ECG എടുത്തിട്ട് നല്ല കുഴപ്പമില്ലാന്ന് ഹാർട്ട് പറയുന്നവരുണ്ട്. നോർമലാന്ന് പറയുന്ന കൂട്ട് തന്നെയാണ് ഈ കാര്യം. അപ്പൊ ഈ സത്യത്തിൽ ഈ അമിതമായി മദ്യപാനം ഇപ്പഴും നമ്മുടെ ആ ഒരു ഔട്ട്‌ലുക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒട്ടും തന്നെ നല്ലതല്ല എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മിക്ക ഫോറിൻ കൺട്രീസിലും നമ്മൾ ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ കുറഞ്ഞു വരുവാ. കുറഞ്ഞു വരിക. എസ്പെഷ്യലി ഒരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയിലും ഇപ്പം മേജർ മീറ്റിംഗ്സിലായാലും എല്ലാം പണ്ട് അതൊരു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ ആൾക്കാർ
നോൺ ആൽക്കഹോളിക് മീറ്റിംഗ്സോ എല്ലാം എല്ലാം ശരിക്കും പണ്ടൊക്കെ നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയാലും പുകവലി വലിയൊരു സംഭവമായിരുന്നു. ഈവൻ ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ട്രേയിൽ കുറെ സിഗരറ്റ് നിരത്തി വയ്ക്കുന്നു. എല്ലാവരും എടുത്ത് ഒരു സിഗരറ്റ് വലിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് സിംബലായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഒരു ബോധവൽക്കരണം വന്നതിന് ശേഷം ഇപ്പോൾ പുകവലി പബ്ലിക്കായിട്ടൊക്കെ വളരെ കുറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മദ്യപാനം ശരിക്കും ഒരിടയ്ക്കൊക്കെ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് ഒരു പെഗ് കഴിക്കുന്നത് നല്ലതാണ്, കുഴപ്പമില്ല, റിലാക്സ് ചെയ്യാൻ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ അല്ലേ? മാറി. കാരണം ഇപ്പം ഈ നോ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഈസ് സേഫ് നോ എന്നുള്ളൊരു എമൗണ്ട് ഈസ് നോ എമൗണ്ട് ഈസ് സേഫ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സിനാരിയോ തന്നെ നമ്മുടെ ഒരു 80% ആൾക്കാരുടെ ലിവറിന് എന്തായാലും ഒരു മൈൽഡ് ഫാറ്റി ലിവർ ഉണ്ട്. ഉണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് എനി എമൗണ്ട് ഓഫ് ഇൻസൾട്ട് ഇസ് ഇൻസൾട്ട്. നമുക്ക് അതിനകത്തൊരു ഏഹ്, ഇത്രയും കുടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമില്ല. അപ്പം ഇത് തന്നെയാണ് ഒരു പ്രശ്നവുമല്ലേ? നമുക്കിപ്പോ ഒരു ലിവറിന് ഡാമേജ് വന്നാല് ഒരു ലിവർ അതായത് ഈ 70% കഴിഞ്ഞു. ഇനി അതൊരു റിക്കവർ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സ്റ്റേജിലോട്ട് വന്നു കഴിയുമ്പം ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതല്ലേ? ഇതിനകത്ത് ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഒരു ഡിസിഷൻ എടുക്കണം. എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ഇല്ലയോ. കാരണം എന്താന്ന് വെച്ചാൽ 70% ലിവർ മോശമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരവ് നടക്കൂല. നടക്കുകേല. നമ്മൾ ഏത് ഡോക്ടറിനെ കണ്ടാലും ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റിലും ലിവർ തിരിച്ച് നോർമൽ ആവാൻ പോകുന്നില്ല. ഉം. നമ്മൾ അതിന്റെ സൈഡ് ഇഫക്ട്സോ അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഉം, ഉം, ഉം. അപ്പൊ നമ്മളിപ്പോ ഏത് ലിവറിന് അസുഖമുള്ള ഒരു ആളോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അത് ട്രീറ്റ്മെന്റ് അല്ല, അത് ബേസിക്കലി കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനുള്ള മെഷേഴ്സ് ആണ് അവരെടുക്കുന്നത്. ഉം, ഉം. അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെ നമ്മൾക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുവാണെങ്കിൽ ദ ഒൺലി ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ വേൾഡ് നൗ ഇസ് ട്രാൻസ്പ്ലാന്റ്. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലേ നമുക്ക് തിരിച്ച് ഒരു നോർമൽ ലൈഫിലോട്ട് തിരിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഡോക്ടർക്ക് ഇത്തരം ഒരു 14 വർഷത്തെ 13, 14 വർഷത്തെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബിജു, ഇപ്പം ഇതിലൊരു സക്സസ് റേറ്റ് എത്രത്തോളം വരുന്നുണ്ട്? അതായത് സാധാരണ എല്ലാവരും ചോദ്യമാണ് ഇപ്പൊ ഡോക്ടർ ഇതൊക്കെ ചെയ്തു. അതായത് ഡോക്ടർ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്കൊരു നേരത്തെ ഈ 70 ഫുൾ ഡാമേജ് ആകുന്നതിന് മുൻപ് നമുക്കൊരു നല്ല ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമായാൽ ഒരു ഒരു 80% ഒക്കെ സക്സസ് റേറ്റ് സാധ്യമാണോ? അതോ അതിലും 80% ഒക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഇറ്റ്സ് മച്ച് ഹയർ. നമ്മുടെ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 95%, 90-95%. അതായത് നമുക്ക് 100 പേരെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 95 പേരും വീട്ടിൽ പോകും. ചിലപ്പോൾ അവർക്ക് ചെറിയ ഒരു റീഅഡ്മിഷൻ വരും, ചെറിയ പനി വരും, അല്ലെ. അല്ലാതെ കോംപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തീരെ കുറവാണ് പണ്ട് സംബന്ധിച്ച് നോക്കും. ഇപ്പൊ നാച്ചുറൽ ആയിട്ടും ഇപ്പം ഈ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ തോന്നുന്ന ഒരു സംശയം ഈ കൊടുക്കുന്ന വ്യക്തിക്ക് ഇത് എത്രത്തോളം റിസ്ക് ഉണ്ട്? കുടിക്കുന്ന ആൾക്ക് ഇതൊരു മേജർ ഓപ്പറേഷനാണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10% താഴെ മൈനർ കോംപ്ലിക്കേഷൻസ് എന്നാണ്. പക്ഷെ ഒരു മേജർ കോംപ്ലിക്കേഷനുള്ള റിസ്ക് മേജർ കോംപ്ലിക്കേഷൻ ഉണ്ട്. റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മേജർ ഓപ്പറേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു വിമാനം പറക്കുമ്പോൾ വിമാനം താഴെ താഴെ വീഴാൻ വീഴും. സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും വീഴുമല്ല. വീഴുന്നില്ല. പക്ഷെ എന്ന് പറയുന്ന കൂട്ട് തന്നെ നമുക്ക് ഡോണറിന് മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അപ്പം കാരണം അവർക്ക് ആവശ്യമില്ലാത്തൊരു ഓപ്പറേഷനാണ്. ഈ ആവശ്യമില്ലാത്തൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയം ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉം. അവർ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ആ സമയത്ത് കോംപ്ലിക്കേഷൻസ് വരാം. അത് പല ലെവലിൽ നടക്കാം. പക്ഷേ യൂഷ്വലി ഒരു 300-400 കേസ് ചെയ്യുമ്പോൾ ഒരു ഡെത്ത് റിപ്പോർട്ടഡ് ആണ്. അപ്പം ഇല്ല ഞാനിപ്പം ഈ മെഡിക്കൽ ഡയറക്ടർ എന്ന നിലയില് ട്രാൻസ്പ്ലാന്റ് കമ്മിറ്റിയിലെ ചെയർമാനായിട്ടിരിക്കുമ്പം നമ്മളിപ്പോഴും പ്രായമായ അച്ഛന് വേണ്ടിയിട്ട് അതായത് പ്രായം എന്ന് ഉദ്ദേശിക്കുന്ന 60 വയസ്സുള്ള ഒരു അച്ഛന് വേണ്ടിയിട്ട് പലപ്പോഴും ഒരു 20, 25 വയസ്സുള്ള മകനോ മകളോ ആയിരിക്കും ചിലപ്പോൾ ലിവർ കൊടുക്കുന്നത്. അവർക്കത് അവരുടെ ഭാവിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അവര് സൂക്ഷിച്ചാൽ യൂഷ്വലി ഈ ഒരു പ്രായത്തിൽ സാധാരണ അവരുടെ ലിവർ എല്ലാം നല്ല എല്ലാം ഹെൽത്തി ആയിരിക്കും. നോർമലാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം നമ്മൾ യൂഷ്വലി ഇപ്പം എൻ്റെ ഒരു നല്ല വിഭാഗം റോബോട്ടിക് സർജറി ഡോണേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ 95%ഉം ഈ പറഞ്ഞ തൊട്ട് പെൺമക്കൾ അച്ഛന്മാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ ഒരു 20-22 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിൻ്റെ ഉള്ളിലാണ് അവർ അവരുടെ അച്ഛന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് കല്യാണം ആയിട്ടില്ല. അവർ അതെ അതാണ് ഒരു വലിയൊരു അപ്പൊ വയറിൽ സ്കാർ വരാതിരിക്കാൻ നോക്കും. അപ്പം പേരൻസ് ആണെങ്കിലും ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്കാർ വരാതിരിക്കാമെങ്കിൽ അത് പ്രിഫർ ചെയ്യും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെജോറിറ്റി റോബോട്ടിക് സർജറി വെച്ചാൽ നമ്മൾ റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ കീ ഹോൾ ശസ്ത്രക്രിയ റോബോ വെച്ച് ചെയ്യുന്ന സർജറി. അപ്പൊ ഇതിലും ഈ റോബോട്ടിക് സർജറി നല്ലൊരു ഒരു ഡെഫിനറ്റ്ലി നമ്മൾ ഡോണർ കൊടുക്കുന്ന ആൾക്ക് നമ്മൾ
ദാനം ചെയ്യുന്ന ആൾക്ക് റോബോട്ടിക് സർജറി ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് ആ സ്കിന്നിന്റെ ഇൻഫിഷൻ കുറവാണ്. അപ്പം കോംപ്ലിക്കേഷൻസ് കുറവാണ്. വേദന കുറവാണ്. ശരിക്കും ഇതിന്റെ ഡോക്ടർ ബിജു പറഞ്ഞ പോലെ ഇതിന്റെ ആ സോഷ്യൽ ആംഗിൾ ഭയങ്കരമാണല്ലേ? ഭയങ്കരമാണ്. ഒരു ഒരു ഭയങ്കര ഇമോഷണൽ. കാരണം ഇമോഷണലി അതായത് കാരണം നമ്മൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഡിസീസ് ഡോണറാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഓക്കെ. മരണപ്പെട്ട് ബ്രെയിൻ ഡെത്ത് ബ്രെയിൻ ഡെത്ത് വന്നിരിക്കുന്ന. വന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി ലിവിങ് ഡോണറാണ്. അപ്പോൾ ലിവിങ് ഡോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഒരു ഇമോഷണൽ ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പം ഒരു ആള് വേറൊരാളിനെ രക്ഷിക്കാനും രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതില് സത്യത്തിൽ അതിന്റെ ആ സോഷ്യൽ ആംഗിൾ അതായത് വിവാഹപ്രായം എത്തുന്നതിന് മുൻപേ ഒരു ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഇംപ്ലിക്കേഷൻസ്. പിന്നെ ഇത് പെൺകുട്ടികളാണോ കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇല്ല, അങ്ങനെയില്ല. അതിപ്പം ഒരു സാഹചര്യം വെച്ചിട്ട് അവര് ബട്ട് അങ്ങനെയില്ലേ. നമുക്ക് നമ്മൾ എത്രയോ മരുമക്കൾ കൊടുക്കുന്നവരുണ്ട്, നെഫ്യൂസ് കൊടുക്കുന്നവരുണ്ട്, കസിൻസ് കൊടുക്കുന്നവരുണ്ട്, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, കോ ബ്രദേഴ്സ് കൊടുക്കുന്നു. ഇപ്പം ഇവിടെ ഇപ്പം നമ്മളിതിപ്പോ ഒരു വളരെ ഒരു ഒരു സാധാരണ ഒരു ഒരു സർജറി പോലെ ആയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു വർഷം അറ്റ്ലീസ്റ്റ് ഒരു 300 ട്രാൻസ്പ്ലാന്റ്സ് നടക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പൊ കമ്മിങ്. സാധാരണ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഇപ്പൊ നമുക്കൊരു ഈ ഡോണർ എത്ര ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? നമ്മൾ യൂഷ്വലി നമ്മുടെ ഡോണർ ഒരാഴ്ചയിൽ വീട്ടിൽ പോകും യൂഷ്വലി. അവർക്കൊരു എത്ര ദിവസം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും? അതായത് ജോലിയൊക്കെ ചെയ്യുന്നത്? ജോലി യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 1 മന്ത് ആണ്. ഓക്കെ. ആഫ്റ്റർ 1 മന്ത് വെയിറ്റ് എടുക്കുന്നത് ആഫ്റ്റർ 3 മന്ത്സ്. പക്ഷേ നോർമലി അവരൊരു 3 ആഴ്ച കഴിഞ്ഞാൽ ദേ ആർ ബാക്ക് ആൻഡ് ഫിറ്റ് ടു നോർമൽ. ഈ റെസിപ്പിയന്റോ? റെസിപ്പിയൻറ്റ് 14 ഡേയ്സ് ടു 15 ഡേയ്സ് ആണ് യൂഷ്വലി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. 3 മന്ത്സ് കഴിയുമ്പോൾ ദേ ആർ യൂഷ്വലി ബാക്ക് ടു നോർമൽ. പക്ഷെ അവരൊക്കെ എത്രയോ നമുക്ക് പലപ്പോഴും സങ്കടം തോന്നുന്നത് പലപ്പോഴും മദ്യപാനത്തിന്റെ പാർശ്വഫലമായിട്ടോ ഒക്കെ വരുന്നവര് തിരിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ആ സ്വഭാവത്തിലേക്ക് ഡോക്ടറുടെ അനുഭവത്തില് സങ്കടം തോന്നിയിട്ടുള്ള അനുഭവങ്ങളുണ്ടോ അങ്ങനെ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 1000 ട്രാൻസ്പ്ലാന്റിൽ കൂടുതൽ നമ്മളുടെ എക്സ്പീരിയൻസിൽ ഡെഫിനിറ്റ്ലി നമ്മൾ എല്ലാ ടൈപ്പ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ കുറവാണ്. തിരിച്ച് മദ്യപാനത്തിലോട്ട് പോകുന്ന ആൾക്കാർ തീരെ കുറവാണ്. ഇപ്പൊ മദ്യപാനം അല്ലാതെ ഡോക്ടർ ബിജുവിന്റെ അനുഭവത്തിൽ എന്തായിരുന്നു അതർ കോസസ് കാരണങ്ങള് ഈ ഹെപ്പറ്റൈറ്റിസ് കഴിഞ്ഞാല്? ചെയ്യാനുള്ള പല പല കാരണം ലിവറിൽ ട്യൂമർ വരുവാണ്. ഉം. പിന്നെ ഹെപ്പറ്റൈറ്റിസ്, അതെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ. ഹെപ്പറ്റോഫിലോ കാർസിനോമ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഇങ്ങനെ പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ്. പിന്നെ പലപ്പോഴും നമുക്ക് കാരണങ്ങൾ പോലും അറിയത്തില്ല. ജനറ്റിക് പ്രോബ്ലംസ്. പിന്നെ അതുപോലെ പിള്ളേരിലൊക്കെ ഈ വിൽസൺസ് ഡിസീസ്, അങ്ങനത്തെ പല പല കാരണങ്ങൾ ഇതിനുണ്ട്. കാരണങ്ങൾ കൊണ്ട് വരാം. പിന്നെ കൊച്ചു പിള്ളേർ തന്നെ ഈ ജനിക്കുമ്പോഴേ അവരുടെ പിത്തകോശങ്ങളുടെ വളർച്ചയുടെ പ്രശ്നം കൊണ്ട് ബിലിയറി അട്രീസിയ. ബിലിയറി അട്രീസിയ, അത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഫെയിൽഡ് ബിലിയറി ഓപ്പറേഷൻ സർജറിക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. പിന്നെ മെറ്റബോളിക്, ഇപ്പം നമുക്കൊരു കുട്ടി വന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി 1.5 വയസ്സ്, അത് ഈ മെറ്റബോളിക് ആണ് ബേസിക്കലി ജനറ്റിക് ഡിഫക്റ്റ് കൊണ്ടുള്ള പ്രോബ്ലം, എൻസൈം ഡെഫിഷ്യൻസി. അപ്പൊ അതിന് നമുക്കിപ്പം അപ്പോൾ ട്രാൻസ്പ്ലാന്റ് അമ്മയുടെ ലിവർ നമ്മൾ അമ്മയുടെ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ നമുക്ക് 60% വേണ്ട, നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒരു പോർഷൻ മതി. അപ്പോൾ അത്രയും വലിപ്പം നമ്മളൊരു വേണ്ട. 30-35% എടുത്താൽ മതി. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ കൊച്ചു പിള്ളേർ ഈ എപ്പോഴും മിക്കപ്പോഴും അമ്മമാരുടെ അപ്പൊ ഇതിൽ ഈ കമ്പാറ്റബിലിറ്റി വലിയ ഇഷ്യൂ ആണോ? ബ്ലഡ് ഗ്രൂപ്പ്, ലിവറിനകത്ത് സംബന്ധിച്ചോളം ബ്ലഡ് ഗ്രൂപ്പാണ് ഉം. മെയിൻ. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നില്ല. ബ്ലഡ് ഗ്രൂപ്പ് കോമ്പാറ്റബിൾ ആയിരിക്കണം. ഒ ഗ്രൂപ്പ് ആണെങ്കിൽ ആർക്കും കൊടുക്കാം. എ ബി ആണെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്, അവർക്ക് ഏതും എടുക്കാം. പിന്നെ ഒരു മാർഗ്ഗം ഇല്ലാതെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇത് ചെയ്യും. നമ്മൾ എ ടു ബി, ബി ടു എ, അങ്ങനെ നമ്മൾ അതിന് പുതിയ ടെക്നീക്സ് ഉണ്ട്. അത് വെച്ചിട്ട് അത് കുറച്ചുകൂടെ ഈ റിജക്ഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള തടയാൻ വേണ്ടി നമുക്ക് സംവിധാനങ്ങൾ. സ്പെഷ്യൽ ടെക്നീക്സ് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ്? പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപൂർവമായിട്ടെങ്കിലും നടക്കുന്ന ഒരു ഈ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഹസ്ബൻഡ് എ ആണ്, വൈഫ് ബി പോസിറ്റീവ് ആണെന്ന് വെച്ചു. അപ്പം തിരിച്ച് ഒരു വേറൊരു കപ്പിളിന് തിരിച്ചാണ് ബി റെസിപ്പിയന്റും എ ഡോണറാന്ന് വെച്ചു. അപ്പോൾ ഇവർ അതായത് ഒരു റിലേറ്റഡ് ഡോണർ രണ്ടുപേർക്കും അവൈലബിൾ ആണ്. പക്ഷെ അവൈലബിൾ അവർ ആവുമ്പോൾ കമ്പാറ്റബിൾ അല്ല. അവർ കോമ്പാറ്റബിൾ, അവർ റിലേറ്റഡ് ആൾക്കാർ തമ്മിൽ കോമ്പാറ്റബിൾ അല്ല. അപ്പോൾ ഈ അൺറിലേറ്റഡ് ആൾക്കാർ മറ്റേ രണ്ടുപേർക്കും, അപ്പോൾ സൈമൾട്ടേനിയസ്ലി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഒരേ ദിവസം, ഒരേ ഒരേ സമയം. ദിവസം നമ്മൾ രണ്ടുപേരും ട്രാൻസ്പ്ലാന്റ് ചെയ്യും. പക്ഷെ അപ്പോൾ ആർക്കും അതിനകത്തൊരു പരാതിയില്ല, പ്രശ്നമില്ലാത്ത രീതിയിൽ കമ്മിറ്റി പോയി ക്ലിയർ ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സ്വാപ്പ് എന്ന് പറയും. ചിലപ്പം വെയിറ്റിന് വേണ്ടി സ്വാപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗ്രാഫ് വെയിറ്റ് കുറവാണെങ്കിൽ അതിനു വേണ്ടി സ്വാപ്പ് ചെയ്യും. അതായത് കമ്പാറ്റബിലിറ്റി, സൈസ് കമ്പാറ്റബിലിറ്റി. അപ്പം നമ്മൾ കമ്പാറ്റബിലിറ്റി. ബേസിക്കലി നമ്മുടെ ഡോണർ ക്ഷാമം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പല എക്സ്പാൻഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും.
ഇതിപ്പോ ഈ സാധാരണമായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ മാസത്തിൽ തന്നെ എല്ലാവരും ഒരു നല്ല സെന്റർ എന്ന് വെച്ചാൽ ഒരു 5-10 ട്രാൻസ്പ്ലാന്റ്സ് പെർ മന്ത് ചെയ്യുന്നു. ഓഹ്! അത്രയും വ്യാപകമായിട്ട്. സാധാരണ ഇത്രയും കൂടുതൽ ചെയ്യുകയും ഈ റോബോട്ടിക് സർജറി ഒക്കെ വരുമ്പം ഇതിന്റെയൊക്കെ എത്ര കൂടുതൽ ചെയ്യുന്നോ അത്രയും കോംപ്ലിക്കേഷൻ റേറ്റും എല്ലാം കുറയുകയല്ലേ? കുറയുവാണ്. തീർച്ചയായിട്ടും. കാരണം ഇൻഫെക്ഷൻ ഒക്കെ വരാതെ നോക്കേണ്ടത് ഒരു പ്രധാന ആവശ്യമാണല്ലേ? ഇൻഫെക്ഷൻ അതിന്റെ ഒരു മേജർ റെസിപ്പിയന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിജക്ഷനെക്കാട്ടി കൂടുതൽ ഇൻഫെക്ഷൻ ആണ് എപ്പോഴും വറി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ല. റിസൾട്ട്സ് ആർ ക്വൈറ്റ് ഗുഡ്. അങ്ങനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്താതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്? അല്ലേ? ഫൈനലി ഇപ്പൊ നമുക്കിപ്പോ ഒരു എപ്പോഴും ഒ ഒബ്വിയസ്ലി ഒൺ ഈ ചെറുപ്പത്തിലുള്ളവർക്ക് ഒരു 20 വയസ്സുള്ള ആളോട് ഡോക്ടർ ബിജു എന്തായിരിക്കും പറയുന്നത്? അവരെന്ത് ശ്രദ്ധിക്കണമെന്നാ പറയുന്നത്? ഇപ്പം നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന പോലെ ഓക്കെ ഫുഡ് ഹാബിറ്റ്സ് ഹെൽത്ത് ഫുഡ് ഹാബിറ്റ്സ് ഒരു വലിയ പ്രശ്നമാണ്. ഇതെല്ലാം ഡെഫിനറ്റ്ലി ഒരു പക്ഷെ നമ്മൾ ആഡഡ് ഇൻസൾട്ട്സ് ആണ് നമുക്ക് കോൺഷ്യസ്ലി എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ആഡഡ് ഇൻസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ വയ്യാത്ത ഈ എനർജി ഷേക്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇപ്പൊ ജിമ്മിൽ പോകുമ്പം പല പല ഒപ്പീനിയൻസ് വരും. അപ്പൊ നമുക്ക് അതുകൂടാതെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും ആൾക്കാർ നമ്മൾ കാണുന്ന ഒരു സോഷ്യൽ ആൽക്കഹോൾ കുടിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അണ്ടർ പ്രഷർ കുടിക്കും. പക്ഷെ പിന്നെ അവർ പോലും അറിയാതെ അതൊരു പാർട്ട് ഓഫ് ദ ലൈഫ് ആവും. അപ്പൊ നമ്മളാരും നമ്മുടെ ബേസിക് ലിവർ എന്തുമാത്രം നല്ലതാണെന്ന് നോക്കിയിട്ടല്ല കുടിക്കുന്നത്. നമ്മുടെ എല്ലാവരും ഒരു അസംഷനിലാണ് നമ്മുടെ ലിവർ ലിവറിന് കുഴപ്പമില്ല എന്നുള്ളത്. കുഴപ്പമില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ആഡഡ് ഇൻസൾട്ട്സ് ആണ് നമുക്ക് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഫാറ്റി ലിവർ ഇപ്പൊ വലിയൊരു പ്രശ്നമാണല്ലോ അല്ലേ? ഒരു ഫാറ്റി ലിവർ ആണല്ലോ പതുക്കെ ഇവോൾവ് ചെയ്ത് ഈ സിറോസിസിലോട്ട് പോകുന്നത്. പക്ഷേ ഫാറ്റി ലിവർ റെഗുലർ ഇൻസൾട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇവോൾവ് പിന്നെ ഈ പലപ്പോഴും ഈ എന്ത് മരുന്ന് കിട്ടിയാലും എടുത്ത് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ അല്ലേ? നമുക്ക് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും. കറക്റ്റ്. അതുകൊണ്ട് അതൊരു മേജർ റിസ്ക് ഫാക്ടറായിട്ട് ഇപ്പം സയന്റിഫിക് ആയിട്ട് തന്നെ കുറെ എവിഡൻസസ് വന്നിട്ടുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലേ? അവോയ്ഡ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള അവോയ്ഡ് ചെയ്യുക. പിന്നെ വെയിറ്റും നമ്മൾ വെയിറ്റ് കുറയ്ക്കുക, എക്സർസൈസ് ചെയ്യുക. ഇപ്പൊ ഞാനൊരു ഇതിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ അതായത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മോട്ടിവേഷണൽ വീഡിയോയിൽ കണ്ടു. ഒരു വൈഫ് പുള്ളിക്കാരി ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നു. അപ്പൊ എല്ലാവരും കളിയാക്കുന്നു. ഈ 50 വയസ്സിൽ എന്തിനാ അല്ലെങ്കിൽ 45 വയസ്സിൽ എന്തിനാണ് ഇപ്പൊ ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യാനെന്ന്. സത്യത്തിൽ ഭർത്താവിന് വേണ്ടി ലിവർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റ് ആകുന്നതിന്റെ പാർട്ടായിട്ടായിരുന്നു ആ ലേഡി ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. അത് ഹസ്ബൻഡ് അതാർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഫൈനലി വൺ ഡേ ഷീ ഡൊണേറ്റഡ് ലിവർ ടു ഹെർ ഹസ്ബൻഡ്. അങ്ങനെ അവര് നന്നായിട്ട് ജീവിച്ചു വന്നു. നന്നായി രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഈ പണ്ടൊക്കെ ഈ സിനിമയിൽ പറഞ്ഞിരുന്ന ഈ കരള് ഇപ്പൊ പകുത്തു നൽകുന്നത് സത്യാവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ ഈ ബിജുവിന്റെ എക്സ്പീരിയൻസില് ഇത്രയും പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു. താങ്ക് യു.